മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സുത്യനാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സുത്യനാഥന്റെ കരവിരുത്. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാവം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അപ്പന്മാരെങ്കിലും പാവം ചെയ്തിട്ടില്ല. ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം, ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം
നൽകുകില്ല സന്തോഷം സമാധാനം. മദ്യമോ മയക്കുമരുന്ന് മതമോ രാഷ്ട്രീയമോ, മദ്യമോ മയക്കുമരുന്ന് മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുക. ഞങ്ങൾ ചിന്തിക്കും, ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നെങ്കിലും ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി യേശുവിനെ പറ്റി പറഞ്ഞു നടക്കുന്നതിൻ്റെ കാര്യം എന്താണ്? വാത്സല്യ ശ്രോതാവേ, ഈ പകൽക്കാലം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ കൂടെ അറിയിക്കുക. ഞങ്ങൾ ലഭിച്ച സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും ധാർമ്മികമായ ഒരു കടപ്പാട്. നല്ല ഹോസ്പിറ്റലിൽ പോകുന്നവർ പറയാറുണ്ട്, അവിടെ നല്ല ഡോക്ടറുണ്ട്. അങ്ങനെയുള്ള അറിവ് കൊണ്ടാണ് അനേകർ അവിടെ പോയി സൗഖ്യം പ്രാപിക്കുന്നത്. നല്ല വൈദ്യനുണ്ടെങ്കിൽ അവിടെ പോവാൻ പറയാറുണ്ട്, നല്ല വൈദ്യനാണ്, അദ്ദേഹം നല്ലതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യും, തിരുമും. അത് കേട്ടിട്ട് അനേകർ അവിടെ പോകും. പറയാതിരുന്നാൽ മറ്റുള്ളവർക്ക് അറിവുണ്ടാകത്തില്ല. എന്തിനാ ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ അനുഭവിച്ച രക്ഷപ്പെട്ട ഒരു വഴിയെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ വഴികൾ പലതുണ്ട്. മനുഷ്യന് ഇഷ്ടമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ പറയാറുണ്ട്, പണമുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ വഴിയാണ്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അവരുടേതായ വഴി കണ്ടെത്തുകയാണ്. പക്ഷെ അവസാനം രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടി ജനം നെട്ടോട്ടം ഓടുകയാണ്. എവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഇന്ന് രക്ഷപ്പെടാൻ കഴിയും? അപ്പോഴാണ് യേശുവിന്റെ വാക്കുകളുടെ പ്രസക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ആ യേശുവിന്റെ വചനം, വിടുതൽ, ആ വഴി നിങ്ങൾ അറിയിക്കുവാൻ ഞങ്ങൾക്കൊരു നല്ല മനസ്സ് തോന്നിയത്. വാത്സല്യ ദേശനിവാസികളോട് പറയട്ടെ, സത്യവേദ പുസ്തകത്തിൽ യേശുവിന്റെ ഒരു വാക്ക് അടർത്തിയെടുത്ത് നിങ്ങളോട് അല്പസമയം യേശുവിന്റെ വഴിയെക്കുറിച്ച് പറയുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ഈ ലോകത്തിൽ ഏക രക്ഷപ്പെടുവാൻ ഏക മാർഗം യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ എതിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്? മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് അവന്റെ പാപ സ്വഭാവങ്ങളിൽ നിന്നാണ്, പാപത്തിന്റെ വഴികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ. അതിനാണ് നമ്മൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും നേർച്ചകാഴ്ചകൾ ചെയ്യുകയും അന്നദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു മുക്തി ലഭിക്കുവാൻ, ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടിയാ. മനുഷ്യൻ പാപിയാണെന്ന് എല്ലാ മതങ്ങളും ഒന്നുപോലെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വഴി പറഞ്ഞു തരുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞ ഞാൻ തന്നെ വഴി. എന്തിനാ യേശു വഴി എന്ന് പറയാൻ കാരണം? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ അവൻ പാപിയായിരുന്നല്ല. അവൻ ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട്, ദൈവത്തിന്റെ ആ ദർശനം വിട്ട് മാറിയപ്പോൾ അവൻ പാപമായി മാറ്റപ്പെട്ടു. പിന്നെ മനുഷ്യൻ പാപത്തിന്റെ വഴിയിലൂടെ ജീവിച്ച് ജന്മപാപം തലമുറയായി പാപം കൈമാറി വരികയാണ്. അപ്പൊ ചോദിക്കും, ഈ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഈ പാപം, ഈ പാപത്തെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന കാര്യം എന്താ? പാപം ഇന്നും ഈ ലോകത്തിൽ നടമാടുന്നുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്. പാവമുള്ളതിന്റെ തെളിവാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. പാവമുള്ളവന്റെ തെളിവാണ് നമ്മൾ വാങ്ങുന്ന ഗോദ്രേജിന് വലിയ പൂട്ടുകൾ. നമ്മൾ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും വിവാഹത്തിന് പോകുമ്പോൾ എന്തിനാ വീട് പൂട്ടുന്നത്? പാവമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് തുറന്നിട്ടിട്ട് പോകുന്നില്ല? ഒരു വലിയ പൂട്ടി എത്ര പ്രാവശ്യം വലിച്ചു നോക്കിയാണ് പൂട്ടിയോ ഇല്ലയോ? വീണ്ടും തുറന്ന് അടുക്കള വാതിൽ പൂട്ടിയോ ഇല്ലയോ എന്ന് വീണ്ടും നോക്കുക. വണ്ടിക്ക് ചാവി എന്തിനാ എടുത്തോണ്ട് പോകുന്നത്? പാവമുള്ളത് കൊണ്ടാണ്. കുഞ്ഞെ കുറച്ചു കഴിയുമ്പോൾ വണ്ടി അവിടെ കാണത്തില്ല. മനുഷ്യന് ജന്മസിദ്ധമായി പാപം അവന്റെ ജീവിതത്തിൽ കുടിയേറുവാനിടയായി. ജനിക്കുന്ന മനുഷ്യനെല്ലാം ആദാമ്യ പാപം കൈമാറി തലമുറയിൽ കൈമാറി വരികയാണ്. പക്ഷേ പാപത്തിൽ നിൽക്കുന്ന മനുഷ്യന് ദൈവത്തോടെത്താൻ വഴിയില്ല. അവന്റെ വഴി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ആ പാപത്തിന്റെ വഴിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ട ഒരു വലിയ പദ്ധതിയാണ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക. സ്വർഗത്തിലെ ദൈവം മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പാപിയായ മനുഷ്യൻ ഒരിക്കലും അവന് ശുദ്ധ മനസാക്ഷിയോടെ ദൈവത്തോടെടുക്കാൻ കഴിയത്തില്ല. അവന്റെ മനസാക്ഷി എത്ര തെറ്റ് ചെയ്താലും, എത്ര കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും, അരുതാത്ത കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയാൽ അവന്റെ മനസാക്ഷി അവനെ കുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പലരും വർഷങ്ങൾക്ക് ശേഷം കുറ്റമേറ്റു പറഞ്ഞവരുണ്ട്. അപ്പൊ മനസാക്ഷി കുത്തുള്ള മനുഷ്യൻ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാപത്തിന്റെ വഴികൾ തേടുകയാണ്. ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ധനികനായ മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ ശാപം, പാപം മാറുവാൻ വേണ്ടി തന്റെ മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും നഗ്നപാതനായി നടന്നു പോകുകയാണ്. തമിഴ്നാട്ടിലെ വലിയ വലിയ സ്ഥലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും അമ്പലങ്ങളിലും പലയിടത്തും കയറിയിറങ്ങി ചെരുപ്പിടാതെ നടന്നു. എവിടെ പോയിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അവന്റെ മനസാക്ഷി കുത്തുന്ന രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവസാനം ഒരു ദുർമാതൃവാദി പറഞ്ഞു, നിന്റെ മകനെ ബലി കഴിച്ച് അവന്റെ തലയോട്ടി അവന്റെ രക്തമെടുത്ത് പ്രസാദിപ്പിച്ചാൽ നിന്റെ പാപം മാറുമെന്ന്. അങ്ങനെ അവൻ മകനെ ആൾക്കാരുടെ സഹായത്തോടുകൂടെ ബലി കൊടുത്തു. തലയോട്ടിക്കകത്ത് രക്തമെടുത്ത് അത് കൊടുക്കുന്നിടത്ത് കൊടുത്തു. പക്ഷേ പാവമൊന്നും മാറിയില്ല. പോലീസ് പിടിച്ചകത്താക്കി. ഇത് തമിഴ്നാട് പത്രങ്ങളിൽ വന്ന ഒരു വലിയ വാർത്തയാണ്. പ്രിയ സ്നേഹിത, ബലി കൊടുത്താൽ പാപം മാറുമെന്ന് പലരും നിന്നെ തെറ്റിദ്ധരിപ്പിക്കും. അന്നദാനം ചെയ്താൽ പാപം മാറുമെന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കും. അനാഥർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പാപം മാറുമെന്ന് പലരും തെറ്റിദ്ധരിക്കും. പക്ഷെ പാപം മാറുന്നത് അങ്ങനെയല്ല. പാപം മാറാൻ ഏക മാർഗം നസറേയനായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു ബലി ആവശ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ബലിയിൽ ആശ്രയിക്കുന്നത്. ബലിയാണ് പാപമുക്തിക്ക് ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞ് കാര്യം തേടുന്നത്. പക്ഷേ മനുഷ്യന്റെയോ അല്ലെങ്കിൽ ആടിന്റെയോ മാടിന്റെയോ ഒന്നും രക്തം കൊണ്ട് ഒരു പാപത്തിനും വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ഏക മാർഗം യേശുവിന്റെ രക്തം. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തമല്ലാതെ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒരു മാർഗവുമില്ല. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, യേശുവാവിന്റെ പാപത്തിന് പരിഹാരം. കാൽവരി ക്രൂസിൽ യേശുവിനെ റോമൻ പടയാളികളും അന്നത്തുള്ള പള്ളി പോലീസുകാരും ചേർന്ന് ക്രൂശിച്ചതല്ല, യേശു തന്നെത്താൻ കാൽവരി ക്രൂസിൽ അർപ്പിച്ചതാണ്. യേശുവിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ യേശു തന്നെത്താൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീരുകയാണ്. ഒരു മനുഷ്യൻ ചിന്തകൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന് പരിഹാരമായി യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിക്കുവാനിടയായി.
കൈകളാൽ ചെയ്തുകൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്താൻ കൈകൾ തടയപ്പെടുവാനിടയായി. അവന്റെ ജീവിത യാത്രയിൽ നടപ്പിൽ അവർക്ക് ചെയ്തുകൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു കാലികൾ തടയപ്പെടുവാനിടയായി. ഹൃദയത്തിൽ മനുഷ്യൻ ചെയ്തുകൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവന്റെ വിലാവ് കുത്തിത്തുറക്കുവാനിടയായി. ഈ സത്യം വിളിച്ചു പറയുവാനാണ് ഈ പകൽക്കാലം ഈ കാലാവസ്ഥയെ ഞങ്ങൾ നോക്കാതെ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. പാപത്തിന് പരിഹാരം ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നതാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്ന എന്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട, ദൈവമേ ഈശ്വരനെ നീ എടുത്തോളെന്ന്. അങ്ങനെ ആദ്യം വീട്ടുകാരിൽ അവിടെ വാടുകടത്തി എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ തുറഞ്ഞു എന്ന് പറഞ്ഞ് വിട്ട് തല ഒഴിഞ്ഞു വിട്ടതാ. പടിയടച്ച് പിണ്ടവയ്ക്കുന്ന പോലെ പറഞ്ഞു വിട്ടതാ. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, എന്റെ ജീവിതയാത്രയിൽ പാപത്തിന്റെ പടുകുഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എന്റെ ജീവിതയാത്രയിൽ യേശുവിന്റെ സുവിശേഷം എന്റെ ജീവിതത്തെ പിടിക്കുവാനിടയായി. അന്ന് എന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി. ഒരിക്കലും ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതി എന്റെ ജീവിതത്തെ ഒരു ഭാവി ദൈവം തന്നു, തലമുറയിൽ തന്നു. ഇന്ന് സന്തോഷത്തോടെ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് യേശുവാകുന്ന വഴിയിൽ കണ്ടെത്തിയത് കൊണ്ടാണ്. ശാപത്തിൽ നിന്ന് പുനർവാദിക്കാൻ യേശുവിന്റെ വഴിയിൽ മാത്രമേ ഉള്ളൂ. ശപിക്കപ്പെട്ട ഭൂമി നോക്കിയേ, ഇവിടെ നോക്കിയേ, എത്രയോ പ്രയോജനമില്ലാത്ത മരങ്ങൾ കിളിച്ചു വരുന്നു. ഒരു പ്രയോജനമില്ലാത്ത മുൾ കിളിച്ചു വരികയാണ്. ഒരു പ്രയോജനമില്ലാത്ത ചെടികൾ ഇവിടെ വളർന്നു വരുന്നു. മനുഷ്യ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുക. ഈ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ യേശുവിലൂടെ ഉണ്ടാകുന്ന വഴിയില്ല. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും തകർച്ചയിൽ നിന്ന് വഴി യേശുവാണ്. നമ്മുടെ സകല ചോദ്യത്തിന് മറുപടി യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഏത് ശാപമായിരുന്നാലും പാപമായിരുന്നാലും ദോഷമായിരുന്നാലും ജാതക ദോഷമായിരുന്നാലും ചൊവ്വ ദോഷമായിരുന്നാലും രക്ഷപ്പെടാൻ ഏകമാർഗം യേശു ക്രിസ്തുവാണ്. യേശു നമ്മുടെ ജീവിതത്തിന്റെ തലയിലെഴുത്ത് മാറ്റും. മനുഷ്യൻ തലയിലെഴുതും. മനുഷ്യന്റെ തലയിലെഴുത്തുന്നത് ഏത് പ്രതിസന്ധി വരുമ്പോൾ പലരും സഹോദരിമാരും പലരും തലയൊക്കെ വെച്ച് പറഞ്ഞു, എന്റെ വിധിയാണ്, ഇതെന്റെ തലയിലെഴുത്താ, ഞാൻ സഹിച്ചേ പറ്റത്തുള്ളൂ. തലയിലെഴുത്തല്ല, മനസ്സിലെ ഗുണപ്പുറപ്പേ, നിന്നെ നശിപ്പിക്കുന്ന ഒരു ശക്തി, നിന്നെ തകർക്കാൻ നോക്കിയ ആ ഉരുവാക്കുന്ന ഒരു ശക്തി യേശുവിന്റെ ശക്തിയാണ്. ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സകല തലയിലെഴുത്തും മാറ്റി നിന്റെ വിധിയെ മാറ്റി യേശു നിന്നെ രക്ഷിക്കാൻ മതിയായ ദൈവമാണ്. ഈ ഭൂമിയിലെ പ്രതിസന്ധികൾ വിടുവിക്കുക മാത്രമല്ല, സ്വർഗത്തിലേക്ക് ഏകമാർഗം യേശു കർത്താവാണ്. സ്വർഗത്തിൽ പോകണമോ യേശുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് തന്നെയാ പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കി നിങ്ങളെ ചേർക്കുവാൻ ഞാൻ മറുപടിയും വരും. യേശു പറഞ്ഞു, ഞാൻ പോയി വരും. എന്തിനെന്നറിയാമോ? പാപമോചിക്കപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവത്തിനായി ജീവിക്കുന്ന ഒരു ദൈവത്തിനെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. ഇതിനാണ് നാട്ടുകാരും വീട്ടുകാരും ഒന്നടങ്കം പറയുന്നത് മതം മാറ്റുന്നവരാ, മതപ്രസംഗം നടത്തുന്നവരാ. ഞങ്ങളുടെ പ്രിയ സ്നേഹിത, ഞങ്ങളെ യേശു ഒരു മാർഗം കാണിച്ചു, ഒരു വഴി കാണിച്ചു. ആ വഴിയൂടെ നടന്നെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് മുടി വെട്ടി മുട്ടയടിച്ച് നടക്കുന്ന നാളെ മുടി നീട്ടി വളർത്തി പെണ്ണുങ്ങളെ പോലെ റബ്ബറും പെട്ടിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. ഇഡലി കഴിക്കുന്നവര് നാളെ ദോശ കഴിക്കാം, ദോശ കഴിക്കുന്നവര് ബിരിയാണി കഴിക്കാം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മാർഗം ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വചനം പറയുന്നത് യേശു നല്ലവനെ രുചിച്ചറിവിൽ. നിങ്ങൾ ആരും പള്ളി വരണ്ട, നിങ്ങൾ ആരും മതം മാറണ്ട, പക്ഷെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് യേശു നല്ലവനാണെന്ന് രുചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ? കസ്തൂരാദി ഗുളിക വിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ ദേശത്തോട് വരാറുണ്ട്. ഈ തൈലവും ഗുളികളും വിൽക്കുമ്പോൾ അവർ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, സ്നേഹിത, നിങ്ങളുടെ കഫക്കെട്ട് മാറും, തൊണ്ടയെടുപ്പ് മാറും, വേദന മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുപ്പി പൊട്ടിച്ചിട്ട് അതിനൊരു സാമ്പിൾ 2 പീസ് നമുക്ക് തരും. അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നീ കഴിച്ച് നല്ലതാണെങ്കിൽ മാത്രം നീ വാങ്ങിയാൽ മതി. ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചു നോക്ക്. നല്ലവരാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളാണ്. നിർബന്ധത്താൽ ആരും യേശുവിന്റെ അടുത്ത് വരണ്ട. നല്ലൊരു മാർഗം നിങ്ങളോട്, ഞങ്ങൾ അനുഭവിച്ച നല്ലൊരു മാർഗം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും, ചെറുപ്പക്കാർക്കും, വലിയവർക്കും, കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ രക്ഷപ്പെടാൻ ഏകമാർഗം യേശു ക്രിസ്തുവാണ്. ഒരു 50 വയസ്സ് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടപ്പുറം യേശുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സ്നേഹിത. ഏത് നിമിഷവും മനുഷ്യന്റെ ശ്വാസം നിലച്ചു പോകും. അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വന്നെങ്കിൽ മനുഷ്യൻ ഡെഡ് ബോഡിയാണ്. 24 മണിക്കൂർ കഴിയുമ്പോൾ നാറ്റം വമിക്കാൻ തുടങ്ങും. എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും കെട്ടിപ്പിടിച്ച് കരയുന്നവരായിരിക്കാൻ ഉമ്മ കൊടുത്തവരും എന്റെ ചേട്ടനെ, എന്റെ സഹോദരിയെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ തരുത്തില്ല, കുഴിച്ചിടങ്ങെ തരുത്തില്ലെന്ന് പറഞ്ഞാലും 24 മണിക്കൂർ കഴിയുമ്പോൾ മാറ്റം ലഭിക്കും. അത് മിസ് വേൾഡ് ആയാലും മാറ്റം പഠിക്കും, ആളുകൾ അസാധാരണക്കാരായാലും മാറ്റമുണ്ടാകും. ഒന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ അകത്തൊരു ആത്മാവുണ്ട് പ്രിയമുള്ളവരെ. ഈ കൂടിനകത്ത് ഒരു ആത്മാവുണ്ട്. ആത്മാവിന് നിത്യതയിൽ പോകാൻ ഏകമാർഗം യേശു ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇനി സുഖിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ കൊണ്ട് ജീവിക്കാമെന്ന് ആരും വിചാരിക്കണ്ട.
അടുത്തൊരു കൊറോണയുടെ ഒരു വേർഷൻ വന്നാൽ നമ്മൾ തീർന്നു പോകും. അതിനേക്കാളും ഒരു കൂടിയ ഒരു നമ്മുടെ പരിപാടി തീർന്നു പോകും. ഒരു ചെറിയ അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വിഷം തീണ്ടിയാലും മനുഷ്യന്റെ ജീവിതം തീർന്നു പോകും. ഗ്യാരണ്ടി ഇല്ലാത്ത ആളിലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. നമ്മളെ വീട്ടിൽ ഫാൻ വാങ്ങിയ ഗ്യാരണ്ടി ഉണ്ട്, ടിവിയും ഇലക്ട്രോണിക് സാധനമായ ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യനെവിടെ ഗ്യാരണ്ടി? ഈ നിൽക്കുന്ന ഞാൻ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് ഗ്യാരണ്ടിയില്ല. അങ്ങനെയെങ്കിൽ ഇതാണ് സുപ്രസാദ കാലം, ഇതാ രക്ഷാ ദിവസം. ഈ സമയത്തെ നിങ്ങൾ തള്ളിക്കളയരുതേ. യേശുവിന്റെ വഴിയിലൂടെ കടന്നു വരാൻ എത്ര പേർ തയ്യാറാകും? എത്ര പാപത്തിന്റെ പടിവ് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കുറ്റബോധത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഏകമാർഗം മരണമല്ല. പ്രിയസ്നേഹിത, യേശു നിന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ മതിയാണ്. സകല പാപവും നീക്കി ശുദ്ധീകരിക്കുന്ന ആ യേശുവിന്റെ രക്തത്തിനരികിലേക്ക് വരാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് പലരും മനസാക്ഷി കുത്തുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകും. കൊടങ്ങാവളെ, തിരുവനന്തപുരം കൊടങ്ങാവളെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനുമായിട്ടൊരു SI ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടായി. മുമ്പ് നല്ലതുണ്ടായി വരുന്ന കാറിന്റെ മുമ്പിലേക്ക് ചെറുപ്പക്കാരനെ തള്ളിയിട്ടു. അവൻ തൽക്ഷണം മരിച്ചു പോകാനിടയായി. പോലീസ് അധികാരികൾ അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. എവിടെ പോയെന്നറിയത്തില്ല. രക്ഷപ്പെടാൻ വഴി നോക്കി വക്കീലന്മാരെ കണ്ടു. ഒന്നും വഴി രക്ഷപ്പെടാൻ വഴിയില്ല. മനസാക്ഷി കുത്തുകൊണ്ട് അവന്റെ കുടുംബത്തെ ഓർത്ത് അവന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് മനസാക്ഷി കുത്തുകൊണ്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരുടെ കുടുംബ വീട്ടിന്റെ ബാക്കിൽ ഷെഡിൽ തൂങ്ങി മരിക്കുവാനിടയായി. മനസാക്ഷി കോടതി നിന്നെ ന്യായം വിധിക്കുന്നെങ്കിൽ രക്ഷപ്പെടാൻ ഏകമാർഗം മനസാക്ഷി കോടതി രക്ഷപ്പെടാൻ, മനസാക്ഷി കുത്തുന്നത് രക്ഷപ്പെടാൻ ഏകമാർഗം യേശു ക്രിസ്തുവാ. താമസമില്ലാ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരും. അതിന്റെ അടയാളങ്ങളാ ഈ കാലാവസ്ഥയുടെ മാറ്റം സംഭവിക്കുന്നത്. അതിന്റെ അടയാളമായി യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കുന്നത്. ജാതിയോട് പണ്ടൊക്കെ പാർട്ടിയോട്ട് അടിക്കുമായിരുന്നു. ഇപ്പൊ ജാതിക്കൊടികളുടെ പിന്നിലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജാതിയോട് തന്നെ അടികൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കർത്താവിന്റെ വരവിന്റെ അടയാളമാണ്. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് രോഗം വരുമ്പോൾ മരുന്ന് കണ്ടുപിടിക്കുവാൻ, പണ്ട് രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രം തലകുത്തി നിൽക്കുമ്പോൾ ഇപ്പൊ രോഗത്തിന് പേര് കണ്ടുപിടിക്കാൻ നിൽക്കുക. ഏത് പേരിടണമെന്ന് പല പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പേരിടാൻ വേണ്ടി തത്രപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടാൻ ഏകമാർഗം താമസമില്ല കർത്താവ് വരാൻ പോവുകയാണ്. ഏത് നിമിഷവും നമ്മൾ മരിക്കും. മരണം ജനിച്ച മനുഷ്യനെല്ലാം മരണം നിശ്ചയമാണ്. ആയതുകൊണ്ട് നിത്യതയിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ നിത്യതയിലേക്ക് പോകുവാൻ ഏകമാർഗം യേശുവാ. ആ യേശുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? ഒരു വേള മാനസികമായി തകർന്നിരിക്കുന്നു, സാമ്പത്തികമായി തകർന്നിരിക്കാം. മാരക രോഗങ്ങൾ കടിമപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ മാരക രോഗങ്ങൾ കടിമപ്പെട്ടതുകൊണ്ട് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വഴി അടഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഇതുപോൽക്കാലം യേശു നിനക്ക് വഴി തുറക്കും. യേശുവിന്റെ അടുത്തേക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിച്ച് യേശുവേ എനിക്കൊരു വഴി തുറന്നു തന്നാൽ, എന്റെ തലമുറയ്ക്ക് ഒരു വഴി തുറന്നു തന്നാൽ, എന്റെ ശരീരത്തിന്റെ പ്രയാസം ഒരു വിടുതലിന് വഴുതലിന്റെ വഴി കാണിച്ചു തന്നാൽ, എന്റെ ആളിലും മനസാക്ഷി കോടതിയിൽ നിന്ന് എന്നെ വിമുക്തനാക്കിയാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാമെന്ന് എത്ര പേര് യേശുവിനോട് പ്രാർത്ഥിക്കും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് വിഷയം എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ രഹസ്യ വിഷയമാകട്ടെ പരസ്യ വിഷയമാകട്ടെ, പുറത്താരോടും പറയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി അടുക്കളയിലും ബെഡ്റൂമിന്റെ ഉള്ളറയിൽ കരയുന്ന തേങ്ങുന്ന ഏതെങ്കിലും ഹൃദയത്തിന്റെ ഉടമകൾ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കും പ്രശ്നത്തിന് പരിഹാരത്തിന് വഴി യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ ശ്രോതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട ഭവനത്തിനകത്തും പുറത്തും കടത്തണങ്ങളിലും വാഹനങ്ങളിലും കേട്ട ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, യേശുവിന്റെ വഴി കാട്ടി കൊടുക്കണമേ. അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.